പ്രിയപ്പെട്ട കൂട്ടുകാരെ, KFL LSS ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ നിസ്സഹകരണ സമരവും നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. എന്താണ് നിസ്സഹകരണ സമരം? നമുക്കറിയാം, 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളിൽ നിന്നും നിസ്സഹകരിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ ഭാഗമായി 1920 മുതൽ 1922 വരെ നീണ്ടുനിന്ന സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുമാണ് നിസ്സഹകരണ സമരവും നിസ്സഹകരണ പ്രസ്ഥാനവുമായി അറിയപ്പെടുന്നത്. 1922 നടന്ന ചൗരി ചൗര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കി. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. എന്തൊക്കെയായിരുന്നു നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ? അഹിംസാ മാർഗത്തിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക, സ്വദേശി കൈത്തറി വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്നിവയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന ആവശ്യങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന സമരമായിരുന്നു 1930 നടന്ന ഉപ്പു സത്യാഗ്രഹം. നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് കുറുക്കിയാൽ അതിന് നികുതി നൽകുക, നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ. ഇതായിരുന്നു ഉപ്പ് സത്യാഗ്രഹ സമരത്തിലേക്ക് ഗാന്ധിജിയെയും കൂട്ടുകാരെയും നയിച്ചത്. ഉപ്പിന് ഏർപ്പെടുത്തിയ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പും നൽകി. 1930 മാർച്ച് മാസം 12 ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ഗാന്ധിജിയും 78 സന്നദ്ധ പ്രവർത്തകരും 388 കിലോമീറ്റർ ദൂരം നടന്ന് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചു. ഈ സമരത്തെ ദണ്ഡി യാത്ര എന്ന പേരിലും അറിയപ്പെടുന്നു. സമാനമായി നമ്മുടെ കൊച്ചു കേരളത്തിലും ഉപ്പ് സത്യാഗ്രഹ സമരം നടന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ K. കേളപ്പജി ആയിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വെച്ചിട്ടാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഇവയാണ്: ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് എന്തായിരുന്നു ഗാന്ധിജി പറഞ്ഞത്? ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് ഞാൻ വിട്ടുകൊടുക്കില്ല. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സമരത്തിന് ഊർജം പകർന്ന ചില വരികൾ നോക്കൂ. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോക നാം. ആരാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്? സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായിട്ടുള്ള ശ്രീ അംശി നാരായണപിള്ളയുടെ വരികളായിരുന്നു ഇത്. ഈ കാര്യം കൂടി പ്രിയപ്പെട്ട കൂട്ടുകാർ ഓർത്തിരിക്കണം.